ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്ക് അരങ്ങ് വെച്ചിട്ടൊരു പൂവുണ്ടാക്കിയാലോ? ഈ പൂവുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് അരങ്ങാണ്. നമ്മൾ വീട്ടിലൊക്കെ അലങ്കരിക്കാനൊക്കെ ആയിട്ട് മേടിക്കുന്ന അരങ്ങില്ലേ, ആ അരങ്ങാണ്. ഞാനൊരു യെല്ലോ കളർ അരങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ എടുക്കാം. ഈ അരങ്ങ് ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ചുളിച്ച് വെച്ചൊന്ന് റൗണ്ടാക്കി എടുക്കുക. വളരെ എളുപ്പമാണ്. വെറുതെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്താൽ മതി, അത് റൗണ്ട് ഷേപ്പിലായി തന്നെ വരും. ഈ അരങ്ങിൻ്റെ അരികു ഭാഗം ഇങ്ങനെ റാറാ പോലെയുള്ള കാരണം അത് റെഡിക്കൊരു പൂവിൻ്റെ ഒക്കെ അതേ ഷേപ്പിൽ കിട്ടും. ഒരു റൗണ്ട് ഷേപ്പിലായി കഴിയുമ്പോൾ ബാക്കിയുള്ള അരങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതൊന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കി അരങ്ങ് ഒരു പൂവിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിന് നടുക്കിൽ ഞാൻ തെർമോക്കോളിൻ്റെ മുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മുത്തന്നെ ഒട്ടിക്കണമെന്നില്ല. ഇപ്പോൾ സാധാരണ മാലയുടെ മുത്തോ അല്ലെങ്കിൽ സ്റ്റോണോ അല്ലെങ്കിൽ ത്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെയാണല്ലോ ഒട്ടിക്കുക. കളറ് ഏതാ വെച്ചാൽ എടുക്കാം കേട്ടോ. അതിന് നടുക്കിൽ ഒട്ടിക്കണ മുത്തിൻ്റെ കളറ് എൻ്റെ കയ്യിൽ ഈ കളർ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. വേണമെങ്കിൽ ഇത് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് പൂ ഉണ്ടാക്കിയെടുക്കാം. അതേ കുറച്ച് പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കമ്പിയാണ്, ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പിയാണ്. അപ്പോൾ ഈ കമ്പി വെച്ചിട്ട് ഞാനൊരു ചില്ല പോലെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കമ്പികൾ കട്ട് ചെയ്തിട്ട് പിരിച്ചെടുത്താൽ മതി. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വളച്ച് കൊടുക്കുക. അപ്പോൾ ഈ കമ്പിയുമ്പോൾ നമുക്ക് കുറച്ച് ഇലയൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഇല കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇല കട്ട് ചെയ്യണ ഭാഗമൊന്നും ഇതിൽ കാണിക്കുന്നില്ല. മുന്നുള്ള വീഡിയോയിലൊക്കെ ഇല കട്ട് ചെയ്യണത് കുറേ ഉണ്ട്. അപ്പോൾ അത് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഈ കമ്പിയുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി കമ്പിയുടെ അറ്റത്തൊക്കെ കുറച്ച് പശ വെച്ചിട്ട് നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കി എല്ലാ പൂക്കളും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ളൊരു പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.